ഏവർക്കും നമസ്കാരം. ഈ മാസം 29-ാം തീയതി ഞായറാഴ്ച ലൗകികവും ഭൗതികവും ആയ സുഖഭോഗങ്ങളും ഭാഗ്യവും ധനധാന്യ സമൃദ്ധികളും എല്ലാം ഒരുവന് പ്രദാനം ചെയ്യുന്ന ശുക്രൻ്റെ രാശിമാറ്റം നടക്കുകയാണ്. ഈ രാശിമാറ്റത്തിന് ഒരു വലിയ സവിശേഷത ഉണ്ട്. നിലവിൽ ശുക്രൻ മേടരാശിയിലാണ് സഞ്ചരിക്കുന്നത്. എന്നാൽ 29-ാം തീയതി ശുക്രൻ മേടം രാശിയിൽ നിന്നും തൻ്റെ സ്വക്ഷേത്രമായ ഇടവത്തിലേക്ക് രാശി മാറുന്നു. തുടർന്ന് ജൂലൈ 25 വരെയും ശുക്രൻ ഇടവരാശിയിൽ സഞ്ചരിക്കുന്നു. ഏതൊരു ഗ്രഹവും സ്വന്തം ക്ഷേത്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ബലവാനാകുകയും തൽഫലമായി പ്രീതനായി ഗുണാനുഭവങ്ങളെ നൽകുകയും ചെയ്യുന്നു. അതിനാൽ ശുക്രൻ ഈ കാലയളവിൽ ചില കൂറുകാർക്ക് വളരെയധികം ഭാഗ്യങ്ങളെയും നേട്ടങ്ങളെയും ധനാഭിവൃദ്ധിയും നൽകുന്നു. എന്നാൽ ചില കൂറുകാർക്ക് ശുക്രൻ അത്ര അനുകൂലമായ ഫലങ്ങളെ നൽകുകയും ഇല്ല. ശുക്രൻ്റെ ഈ രാശിമാറ്റം 12 രാശിജാതരെയും അതിലെ 27 നക്ഷത്രജാതരെയും എങ്ങനെയെല്ലാം ബാധിക്കുന്നു, എന്തെല്ലാം ഫലങ്ങൾ നൽകുന്നുവെന്നാണ് ഇന്ന് നാം ഈ പരമ്പരയിൽ കാര്യകാരണസഹിതം പങ്കുവയ്ക്കുന്നത്. കുംഭക്കൂർ, അവിട്ടം 2-ാം പകുതി, ചതയം, പൂരോരുട്ടാതി 3/4 എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ശുക്രൻ ഈ കൂറുകാരുടെ 4-ാം ഭാവത്തിലാകും ഈ മാസം 29-ാം തീയതി പ്രവേശിക്കുകയും തുടർന്ന് ജൂലൈ മാസം 25 വരെയും സഞ്ചരിക്കുകയും ചെയ്യുക. 4-ാം ഭാവം എന്നത് സുഖസ്ഥാനം എന്ന് അറിയപ്പെടുന്നു. കൂടാതെ മാതാവ്, കുടുംബം, വാഹനം എന്നിവയെയും 4-ാം ഭാവത്തെ കൊണ്ട് സൂചിപ്പിക്കുന്നു. 4-ാം ഭാവം ശുക്രൻ്റെ ഇഷ്ടഭാവങ്ങളിൽ ഒന്നാകുന്നു. അതുകൊണ്ട് തന്നെ ശുക്രൻ 4-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളെ നൽകും. അതുകൊണ്ട് തന്നെ ശുക്രൻ 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ മാതൃസൗഖ്യം, കുടുംബത്തിൽ ക്ഷേമം, ഐക്യം, സന്തോഷം എന്നിവയെല്ലാം അനുഭവപ്പെടും. ബന്ധുമിത്രാദികൾ തമ്മിലും ഈ സമയം നല്ല ബന്ധം സ്ഥാപിക്കും. കൂടാതെ 4-ാം ഭാവം വാഹനവുമായി ബന്ധപ്പെട്ടതിനാൽ വാഹനം വാങ്ങുക, വിൽക്കുക തുടങ്ങിയ ക്രയവിക്രയങ്ങൾക്കും ഈ സമയത്ത് സാധ്യത കാണുന്നു. കുംഭക്കൂറുകാരുടെ 4-ാം ഭാവാധിപനും 9-ാം ഭാവാധിപനുമാണ് ശുക്രൻ. 4-ാം ഭാവം എന്നത് മാതാവ്, കുടുംബം, കുടുംബാംഗങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്നുവെന്ന് നാം കണ്ടു. 9-ാം ഭാവാധിപൻ എന്നത് ഈശ്വരകടാക്ഷം, ഭാഗ്യം, പിതൃപുണ്യം എന്നിവയെയും കുറിക്കുന്നു. ഈ 2 ഭാവങ്ങളുടെയും അധിപൻ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ മാതൃസൗഖ്യം, കുടുംബത്തിൽ ക്ഷേമം, ഐക്യം എന്നിവയെല്ലാം ഉണ്ടാകും. കൂടാതെ 9-ാം ഭാവാധിപത്യം ശുക്രൻ വഹിക്കുന്നു എന്നതിനാൽ അത് ഈശ്വരവിശ്വാസം, ഈശ്വരകടാക്ഷം, പിതൃപുണ്യം എന്നിവയെയും നൽകും. അതുകൊണ്ട് തന്നെ ഏത് പ്രവർത്തികൾ ചെയ്യുമ്പോഴും പരാജയഭീതികളോ ആശങ്കകളോ വിപരീത ചിന്തകളോ ഒന്നും ഇവരെ അലട്ടില്ല. ഈശ്വരകടാക്ഷത്താൽ ആ പ്രവർത്തികൾ ലക്ഷ്യത്തിൽ എത്തുകയും ചെയ്യും. ഈ വീഡിയോ ഇതോടുകൂടി പൂർണ്ണമാകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.